Hello friends, welcome to my channel. സോ ആദ്യം തന്നെ ഒരു ന്യൂസ് അപ്ഡേറ്റ് തരാമെന്ന് വെച്ചു. ഇപ്പോൾ നമുക്ക് റീസെൻ്റ്ലി ഒരു ന്യൂസ് നമ്മൾ കേട്ടു, സെബി ഷോർട്ട് സെല്ലിങ് ബാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. സോ അത് ആക്ച്വലി ഇത് റെഗുലേഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിന് മാത്രമാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിന് സ്റ്റോക്കിൽ അവർക്ക് ഷോർട്ട് സെല്ലിങ് ചെയ്യാൻ പാടില്ല, നേക്കഡ് ഷോർട്ട് സെല്ലിങ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് അവർക്ക് വന്നേക്കുന്നത്. അത് എഫ് ആൻഡ് ഒയിൽ ഇൻവോൾവ് ആകാത്ത, അല്ലെങ്കിൽ എഫ് ആൻഡ് ഒയിൽ എനേബിൾ ആകാത്ത സ്റ്റോക്കുകളിലാണ് അവർക്കത് ഷോർട്ട് സെല്ലിംഗ് ബാൻ ചെയ്തേക്കുന്നത്. സോ അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിനാണ്. സോ അല്ലാണ്ട് വേറെ ഇമ്പാക്റ്റ് ഒന്നും അതിനകത്ത് ഇമ്പാക്റ്റ് ഒന്നും വരാനുള്ള സാധ്യത അതിനകത്തില്ല. ഓക്കെ. സോ നമ്മളിപ്പോൾ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ നമ്മൾ കുറേ അനാലിസിസിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ലാസ്റ്റ് വീക്ക് കുറേ ഒക്കെ ഇട്ടിട്ടുണ്ട്. സോ ആ അനാലിസിസിന്റെ നമ്മൾ പറയുന്ന ആ ഒരു ലെവൽസ് ഏതൊക്കെയാണ്, നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്, അത് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അത് കാരണം നിങ്ങൾ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിനെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിനകത്ത് ഞാൻ എല്ലാ ദിവസവും ഞാൻ ഒരു ബാങ്ക് നിഫ്റ്റിയുടെയും അനാലിസിസ് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മിഡ് ഡേ അനാലിസിസ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഉച്ച സമയത്ത് എന്തെങ്കിലും എനിക്കൊരു ചേഞ്ചസ് ട്രെൻഡിനകത്ത് എന്തെങ്കിലും ഒരു ഒബ്സർവേഷൻ എനിക്കുണ്ടെങ്കിൽ ആ ഒരു ഒബ്സർവേഷന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു മിഡ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഷോർട്സും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. സോ അതൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ അത് കാരണം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടണമെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ. സോ നമുക്കിനി നമ്മുടെ നാളത്തെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒബ്സർവേഷൻ, ഏതൊക്കെ ലെവൽസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ലെവൽസ് ആണ് നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റി നോക്കാം. സോ നിഫ്റ്റിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ലെവൽസ് ഇതൊക്കെ തന്നെയായിരുന്നു. ഇതിനകത്ത് യാതൊരു ചേഞ്ചസും നമ്മൾ ചെയ്തിട്ടില്ല. ഇതിനകത്ത് ആകെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 21,671 തൊട്ട് 692 എന്ന് പറഞ്ഞുള്ള ലെവല് ആക്ച്വലി നമ്മൾ ലാസ്റ്റ് ഫിഫ്ത്തിന്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മാർക്കറ്റ് ഇവിടെ റിജക്ഷൻ എടുത്തിട്ടായിരുന്നു മാർക്കറ്റ് നിന്നിരുന്നത്. സോ ഇപ്പൊ സംഭവിച്ചത് ഫിഫ്ത്തിന്റെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പം തന്നെ ഗ്യാപ്പ് അപ്പ് ആയിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. സോ ഈ ഒരു റെസിസ്റ്റൻസ് സോണിന് മേളിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. സോ റെസിസ്റ്റൻസ് സോണിനെ ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്കിനും ആ ഒരു റെസിസ്റ്റൻസ് സോൺ നമുക്ക് പിന്നീട് അത് നമുക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ ആ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് ആ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്തു. ആ സെയിം റെസിസ്റ്റൻസ് സോൺ തന്നെയാണ് നമുക്ക് പിന്നീട് അതൊരു സപ്പോർട്ട് സോൺ ആയിട്ട് നമുക്ക് ഫിഫ്ത്ത് ജാൻ 5ന് വേണ്ടിയിട്ട് നമുക്കത് സപ്പോർട്ട് സോൺ ആയിട്ട് നമുക്ക് ആക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പൊ ഞാൻ ഫിഫ്ത്തിന്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മൾ ഫിഫ്ത്തിന്റെ ഒരു പ്രഡിക്ഷൻ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 671 തൊട്ട് 692 എന്ന് പറഞ്ഞ ലെവല് ഞാൻ റെസിസ്റ്റൻസ് സോൺ ആയിട്ടായിരുന്നു ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സെയിം ലെവൽ തന്നെയായിരുന്നു മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് തന്നിട്ട് അത് ബ്രേക്ക് ചെയ്തത്. സോ ആ സെയിം ലെവൽ തന്നെയാണ് നമുക്ക് പിന്നീടുള്ള സപ്പോർട്ട് സോൺ ആയിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു അപ്ഡേറ്റ് ഞാൻ ഒരു മിഡ് ഡേ അനാലിസിസിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് അങ്ങനെ ആ ഒരു ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായേനെ. ഓക്കെ. സോ ഇതിനകത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു എക്സാക്ട്ലി നമ്മളിപ്പോൾ എവിടെയാണോ ആ ഒരു സപ്പോർട്ട് സോൺ പറയുന്നത്, ആ ഒരു സപ്പോർട്ട് സോണിൽ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് കുറെ നേരമായിട്ട് ആ ഒരു സോണിൽ വന്നിട്ട് മാർക്കറ്റ് റിജക്ഷൻ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഡേ ക്ലോസിംഗ് ആയപ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 145 കഴിഞ്ഞപ്പോഴത്തേക്കിന് മാർക്കറ്റ് ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് തന്നിട്ട് വീണ്ടും മാർക്കറ്റ് ആ ഒരു സപ്പോർട്ട് സോണിൽ തന്നെയാണ് മാർക്കറ്റ് ചെന്ന് ഒരു ഹ്യൂജ് റിജക്ഷൻ എടുത്തിട്ട് മാർക്കറ്റ് അവിടെ ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ. ഹ്യൂജ് റിജക്ഷൻ എടുത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ അത് കാരണം നമുക്ക് ഈ ഒരു സപ്പോർട്ട് സോൺ നമുക്ക് സ്റ്റിൽ വാലിഡ് ആണ്. കാരണം ഇതൊരു ഫോൾസ് ബ്രേക്ക്ഔട്ട് ആയിരുന്നുകൊണ്ട് നമുക്ക് ഈ ഒരു സോണിനെ നമുക്ക് നാളത്തേക്കിന് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇതിവിടെ നോക്കുവാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെ മാർക്കറ്റ് റിജക്ഷൻ എടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് എക്സാക്ട്ലി ആ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെയാണ്. ഇത് 30 മിനിറ്റ്സിന്റെ ചാർട്ടാണ്. അപ്പൊ 30 മിനിറ്റ്സിന്റെ ചാർട്ട് നോക്കുമ്പോഴത്തേക്കിന് ഫസ്റ്റ് 3 ക്യാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 വരെയുള്ള ക്യാൻഡിൽ നോക്കുമ്പോൾ എക്സാക്ട്ലി മാർക്കറ്റ് അവിടെ റിജക്ഷൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 245യുടെ ക്യാൻഡിലും 315ന്റെ ക്യാൻഡിൽ നോക്കുമ്പോഴും എക്സാക്ട്ലി ആ ഒരു ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ആ ട്രെൻഡ് ലൈനിൽ വരുമ്പോഴത്തേക്കും മാർക്കറ്റ് റിജക്ഷൻ എടുക്കുന്നുണ്ട്.
ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സപ്പോർട്ട് സോണിൽ നല്ലപോലെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് തന്നിട്ടായിരുന്നു മാർക്കറ്റ് ആ ഒരു സപ്പോർട്ട് ലെവലിന് മേളിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഈ സെയിം ലെവൽ തന്നെ നമുക്ക് നാളത്തേക്കിനും ക്യാരി ഫോർവേഡ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പൊ ഇതിനകത്ത് നാളെ ഫിഫ്ത്ത് ജാനുവരിയിൽ ഒരു റെസിസ്റ്റൻസ് സോൺ വരണം എന്ന് വെച്ചാൽ ഒരു റിജക്ഷൻ ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും മാർക്കറ്റ് 3 തവണയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ക്യാൻഡിലിൽ നമുക്ക് അവിടെ ഹ്യൂജ് റിജക്ഷൻ ആണ് നമുക്ക് അവിടെ വന്നേക്കുന്നത്. സോ ഇത് നാളത്തെ നമുക്ക് ഒരു സപ്പോർട്ട് സോൺ, ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് നമുക്ക് നാളെ ഇതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത് ഏതാ ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 729 തൊട്ട് 21,746 വരെയുള്ള റേഞ്ച് ആണ് നമുക്ക് നാളത്തേക്കിനുള്ള ഫസ്റ്റ് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. സോ ഇവിടെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇത് ബ്രേക്ക് ചെയ്യത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കിനും മാർക്കറ്റ് ഒരു റിജക്ഷൻ വരും. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ട്രേഡ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടുന്ന് കിട്ടുമെന്നുള്ളതാണ്. സോ ഒന്നെങ്കിൽ റെസിസ്റ്റൻസ് സോണിൽ നിന്ന് വരുമ്പോൾ നമുക്കൊരു ഒരു ഓപ്പർച്യൂണിറ്റി, ഒന്നെങ്കിൽ ഈ റെസിസ്റ്റൻസ് സോണിൽ വരുമ്പോഴത്തേക്കിനും ചെറുതായിട്ടുള്ള ഒരു ചെറിയൊരു ഫോളോ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് സോണിൽ വരുമ്പോഴത്തേക്കിനും മാർക്കറ്റ് ചെറിയൊരു അപ് ട്രെൻഡിലോട്ടുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടും. സോ അങ്ങനെ നമുക്ക് ചെറിയൊരു ട്രേഡ് നമുക്ക് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യത്തില്ല എന്നല്ല ഈ പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് നാളത്തെ ട്രേഡ് നമുക്ക് നോക്കുമ്പോഴത്തേക്കിന് നാളെ ഒരു കംപ്ലീറ്റ്ലി ഒരു ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞ് കൺഫേം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് ഈ ഒരു ലെവലിന് മേളിലോട്ട് പോകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 21,815 തൊട്ട് 21,837 വരെ. ഇതാണ് നമ്മുടെ ഓൾ ടൈം ഹൈ. സോ ഓൾ ടൈം ഹൈ തന്നെ ആയിരിക്കും നമ്മുടെ സെക്കൻഡ് റെസിസ്റ്റൻസ് സോൺ ആയിട്ട് വരുന്നത്. സോ മാർക്കറ്റ് ഇൻ കേസ് മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, ഈ ഒരു റെസിസ്റ്റൻസ് ലെവലും ബ്രേക്ക് ചെയ്ത് നാളെ ഗ്യാപ്പ് അപ്പ് ആണ് വരുന്നതെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് സോണിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കോഷ്യസ് ആയിട്ടിരിക്കുക. ഇവിടെ എപ്പോഴൊക്കെ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഹ്യൂജ് ഫോൾ ആണ് നമുക്ക് വരുന്നത്. സോ നമുക്ക് നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. സോ അത് കാരണം ഈ ലെവൽസ് നോക്കുക. അതുപോലെ തന്നെ ഈ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ തന്നെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ സപ്പോർട്ട് സോൺ തന്നെയായിരിക്കും നമുക്ക് നാളത്തേക്കിന് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പോകുന്നത്. സോ 21,671 തൊട്ട് 21,692 വരെയുള്ള ലെവലായിരിക്കും നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ട് സോൺ. സെക്കൻഡ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 21,571 തൊട്ട് 612, ഇതായിരിക്കും നമുക്ക് സെക്കൻഡ് സപ്പോർട്ട് സോൺ. പിന്നീടുള്ള തേർഡ് ആൻഡ് ഫോർത്ത് സപ്പോർട്ട് സോൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇതിനകത്തുനിന്ന്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ, നമുക്ക് ഇപ്പോൾ അപ്പർ സൈഡിൽ നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, താഴെ ഡൗൺ സൈഡിൽ നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ട്. സോ ഈ ട്രെൻഡ് ലൈനിനുള്ളിൽ തന്നെ ആയിരിക്കും മാർക്കറ്റ് ഒരു 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 കൺസോൾട്ടേഷന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ ഇനി ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ചെറിയ ഒരു ഇൻട്രാഡേയുടെ ഒരു ഒബ്സർവേഷൻ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സപ്പോർട്ട് സോൺ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. സോ അവിടെ നോക്കുവാണെങ്കിൽ അവിടെ ആ ഒരു സപ്പോർട്ട് സോണിൽ മാർക്കറ്റ് കുറേ നേരമായിട്ട് അവിടെ സപ്പോർട്ട് എടുത്തിട്ട് പിന്നീട് ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് തന്നിട്ട് മാർക്കറ്റ് കണ്ടു നല്ലൊരു മൊമെന്റം ആയിരുന്നു നമുക്ക് അപ്സൈഡ് നമുക്ക് തന്നിരുന്നത്. ഒരു ഓൾമോസ്റ്റ് ഒരു ഈ ഒരു റേഞ്ചിൽ നിന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് സോണിൽ നമുക്ക് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ വരെ പോയി. 235 പോയിന്റ്സോളം നമുക്ക് ആ ഒരു സോണിൽ നിന്ന് കിട്ടി. പക്ഷേ ഇത് ആക്ച്വലി ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് ആയിരുന്നു താഴോട്ട് തന്നതിന്. ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ടായിരുന്നു, ഒരു ഇൻട്രാഡേയുടെ ഒരു സപ്പോർട്ട് സോൺ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ടും ബ്രേക്ക് ചെയ്തിട്ടായിരുന്നു നമുക്ക് താഴോട്ട് ചെറിയൊരു ഫോൾ വന്നത്. ഒരു രണ്ട് ക്യാൻഡിൽ ഒരു ഫോൾ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും ആ ഒരു സപ്പോർട്ട് സോണിന് മേളിൽ തന്നെ പോയിട്ട് ആ സപ്പോർട്ട് സോണിൽ തന്നെ അത് മാർക്കറ്റ് മാർക്കറ്റ് അതിനെ സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത്. സോ ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സിന്റെ ക്യാൻഡിൽ നോക്കുമ്പോൾ ആ ഒരു സപ്പോർട്ട് സോണിൽ വന്നപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു നല്ലൊരു റിജക്ഷൻ നമുക്ക് ഇതിനകത്തൊന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് ക്യാൻഡിൽ നോക്കുമ്പോൾ നല്ല റിജക്ഷനാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയേക്കുന്നത്. സോ അവിടെ നമുക്ക് ഒരു അത്യാവശ്യം നമുക്ക് നല്ല ഒരു ബയേഴ്സ് അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ അനാലിസിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് നമുക്ക് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 48,268 തൊട്ട് 48,385 വരെയുള്ള ലെവലായിരിക്കും നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. സോ ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് തന്നെ ഗ്യാപ്പപ്പിലായിരുന്നു, ചെറിയൊരു ഗ്യാപ്പപ്പിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. സോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും ഇതിന്റെ ഹൈ പോയേക്കുന്നത് പറയുന്നത് 48,381 ആണ് ഈ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈ പോയേക്കുന്നത്. സോ നമ്മൾ പറഞ്ഞേക്കുന്ന ലെവൽ എന്ന് പറയുന്നതും 48,385 ആണ്. അപ്പൊ നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റ് എക്സാക്ട്ലി ആ ഒരു ലെവലിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, സോ അവിടെ തന്നെയാണ് നമുക്ക് ഹ്യൂജ് റിജക്ഷൻ വന്നത്. സോ ഇത് തന്നെ നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ എത്ര പോയിന്റ് നമുക്ക് കിട്ടിയേനെ, മാർക്കറ്റ് ഇവിടം വരെ വന്നു. സോ ഇവിടം വരെ നമുക്ക് ഈ ഒരു ലെവൽ വരെ ആണെങ്കിൽ പോലും നമുക്ക് ഒരു 300 പോയിന്റ് കിട്ടും. സോ ഇത് താഴെ വരെ നോക്കുവാണെങ്കിൽ 570 പോയിന്റ്സ് ആയിരുന്നു മാർക്കറ്റ് താഴോട്ടുള്ള ആ ഒരു റെസിസ്റ്റൻസ് സോണിൽ നിന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്ത് താഴോട്ട് വന്നത്. ഒരു 600 പോയിന്റ്സ്, നമുക്ക് 600 പോയിന്റ്സ് കിട്ടത്തില്ല, പക്ഷെ എന്നാലും നമുക്കൊരു 300 പോയിന്റ്സ് എന്തായാലും നമുക്കൊരു ഷുവർ ആയിട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മാർക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻട്രാഡേയുടെ സപ്പോർട്ട് സോൺ ഉണ്ടായിരുന്നു. ഇൻട്രാഡേയുടെ സപ്പോർട്ട് സോൺ ഞാൻ ഓൾറെഡി ഞാൻ ചാനലിൽ ഞാൻ ഒരു ഷോർട്സിലായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ചാനലിൽ ഷോർട്സിൽ പോയി നോക്കുവാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഷോർട്സ് ആണ് അത്. ഞാനൊരു ഉച്ച സമയത്തായിരുന്നു എടുത്ത ഷോട്ട്. അതിനകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു സപ്പോർട്ട് സോൺ പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷനും ഉണ്ടെന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. സോ ഈ ട്രെൻഡ് ലൈൻ ഈ ഒരു സപ്പോർട്ട് സോണിനെ മാർക്കറ്റ് ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആണ് തന്നേക്കുന്നത്. ഫോൾസ് ബ്രേക്ക് ഔട്ട് ഇപ്പൊ 1 hour ചാർട്ട് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ഫാസ്റ്റ് ആ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ അത് തിരിച്ച് ഫുള്ളും തന്നെ നമുക്ക് തിരിച്ച് റിക്കവർ ചെയ്ത് വന്നേക്കുന്നത്. വീണ്ടും ആ റിക്കവർ ചെയ്ത ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആ ഒരു റെസിസ്റ്റൻസ് സോണിന്റെ അവിടെ തന്നെ ആയിരുന്നു മാർക്കറ്റ് വന്ന് റിജക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് നോക്കുവാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ നോക്കുവാണെങ്കിൽ 48,264 ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞേക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 48,268 ആണ്. സോ ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് റിജക്ഷൻ എടുത്തിട്ട് നമ്മൾ ഇൻട്രാഡേയുടെ ആ ഒരു സപ്പോർട്ട് സോണിൽ തന്നെ ചെന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമായിരുന്നു. ആ ഒരു സപ്പോർട്ട് സോൺ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുള്ളതാണ്. ഇൻട്രാഡേയിൽ ആ ഒരു സപ്പോർട്ട് സോൺ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ഇത് നാളത്തെ ട്രേഡിൽ നമുക്ക് ഒഴിവാക്കാം. ഈ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ വേണ്ട. ഇൻട്രാഡേയുടെ ട്രെൻഡ് ലൈൻ ആയിരുന്നു അത്. സോ നാളത്തെ കൺസിഡർ ചെയ്യാവുന്ന ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഇപ്പൊ അപ്പർ സൈഡ് നോക്കുവാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ട്. ആ ട്രെൻഡ് ലൈൻ ഫോർമേഷന്റെ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് തന്നിട്ടായിരുന്നു നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടായിരുന്നത്. ആ ലെവലിൽ തന്നെയായിരുന്നു മാർക്കറ്റ് ഫോളോ ചെയ്തത്. അതുപോലെ തന്നെ താഴെ നോക്കുവാണെങ്കിലും താഴെ നമുക്ക് ഡൗൺ സൈഡിൽ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ട്. അവിടെ നമുക്കൊരു 5th സോ അതൊരു 3rd January നമുക്കൊരു ഫോൾസ് ബ്രേക്ക് ഔട്ട് തന്നിട്ട് വീണ്ടും ഒരു അപ് ട്രെൻഡ് തന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ട്രെൻഡ് ലൈൻ നമുക്ക് വാലിഡ് ആണ്. ഓക്കെ, സോ നാളത്തേക്കിനുള്ള ലെവൽസ് എന്ന് പറയുന്നത്, സോ ഈ ഇൻട്രാഡേയുടെ സപ്പോർട്ട് സോൺ നമുക്ക് ഇത് ഒരു കൺസിഡർ ചെയ്യാവുന്ന ഒരു ലെവലാണ്. പക്ഷെ എന്നാലും നമുക്ക് മേജർ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് സോൺ ഈ 48,268 തൊട്ട് 48,385 വരെയുള്ള ലെവൽ തന്നെ ആയിരിക്കും നാളത്തേക്കിനുള്ള ഫസ്റ്റ് റെസിസ്റ്റൻസ് സോൺ. പിന്നെ മേജർ ആയിട്ടുള്ള സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 47,568 തൊട്ട് 47,722. സോ ഈ ഒരു റേഞ്ച് തന്നെ ആയിരിക്കും നമുക്ക് നാളത്തേക്കിനുള്ള ഫസ്റ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ ആയിട്ട് വരുന്നത്. പിന്നെ ഈ ഇൻട്രാഡേ സപ്പോർട്ട് സോണിന്റെ ഇത് ഞാൻ 5th ബേസിസിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. സോ ഈ ഒരു ലെവലും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ വരുമ്പോഴത്തേക്കിന് നമുക്കൊരു ചെറിയൊരു റിജക്ഷൻ നമുക്ക് കിട്ടും, ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ ഉണ്ടാവും. ഇപ്പൊ ഈ ഒരു ലെവൽ നോക്കുവാണെങ്കിൽ 48,022 തൊട്ട് 48,094 വരെ ഉള്ള ലെവലാണിത്. ആ ഒരു റേഞ്ചിന്റെ അവിടെ വരുമ്പോഴത്തേക്കും മാർക്കറ്റ് ചെറിയൊരു റിജക്ഷൻ എടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, സോ നമുക്ക് അവിടെ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ ചെറിയൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. എന്നാലും നമുക്ക് നാളെ മേജർലി കൺസിഡർ ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് ഇതായിരിക്കും. നമ്മുടെ 268 തൊട്ട് 385 വരെയുള്ള ലെവലായിരിക്കും ഫസ്റ്റ് റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ 568 തൊട്ട് 722 വരെയുള്ള ലെവലായിരിക്കും നമുക്ക് ഉള്ള ഫസ്റ്റ് സപ്പോർട്ട് സോൺ. പിന്നെ ബാക്കിയുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ സെയിം തന്നെ ആയിരിക്കും. ഇത് തന്നെ ആയിരിക്കും നാളത്തേക്കും നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ ആണ്. സോ ഇതിൽ യാതൊരു ചേഞ്ചസും നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവർക്കും ഈ വാല്യൂസും ഇതൊക്കെ നിങ്ങളുടെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. Okay, so thank you so much for watching.